നമുക്കിന്ന് സാംസങ് ഫോണിലെ രണ്ട് സെറ്റിംഗ്സുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോൺ ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയോ മറ്റോ ചെയ്താൽ മോഷണം പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ ഫോൺ ഓട്ടോമാറ്റിക്കായി എങ്ങനെ ലോക്ക് ആകുമെന്നാണ് ആദ്യത്തേതിൽ കൂടി നമ്മൾ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമ്മുടെ ഹോട്ട്സ്പോട്ട് ടെതർ ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അതിലെ ഡേറ്റ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിശോധിക്കുന്നതിനായി നമ്മുടെ ഫോൺ ഇങ്ങനെ എടുത്ത് അതിനകത്ത് ആ സെറ്റിംഗ്സിലേക്ക് പോയി നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിനകത്ത് കയറി താഴെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പൽച്ചക്രം കാണും. ആ പൽച്ചക്രം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റിംഗ്സ് വരും. ഇതിൽ നിങ്ങൾ ഈ സെർച്ച് എന്നുള്ള സ്ഥലത്ത് പോയിട്ട് തെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്തായി നിങ്ങൾക്കിവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ ആ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിക്കണ്ടോ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഓണായി വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചിത്രം തന്നെ അവർ കാണിച്ചു തരുന്നുണ്ടോ. ഇതുപോലെ നിങ്ങളുടെ ഫോൺ മോഷണം തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും മറ്റും സംഭവിച്ചാൽ അപ്പോൾ ഉണ്ടാകുന്ന ഷേക്കിൽ ആ ഫോൺ ഓട്ടോമാറ്റിക്കായി ലോക്ക് ആകുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. ഒന്നുകൂടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഓണായി. അതായത് ഇനി നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഷേക്കിൽ ഉണ്ടായാൽ ആ ഫോൺ അപ്പോൾ തന്നെ ലോക്ക് ആകുന്നതായിരിക്കും. കൂടാതെ തൊട്ട് താഴെ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും എടുത്ത് പെട്ടെന്നുണ്ടെങ്കിലൊക്കെ ഡേറ്റകൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് വൈഫൈ ബ്ലൂടൂത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫോൺ ലോക്ക് ചെയ്യുന്നുള്ളൊരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ ഓൺ ആണോ എന്ന് ഉറപ്പിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഓൺ ചെയ്ത് വയ്ക്കുക. ഇത് ആൻഡ്രോയിഡ് 12 മുതൽ മുകളിലേക്കുള്ളതിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിളിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരുമാതിരിയുള്ള എല്ലാ ഫോണുകളിലും ഈ ഒരു ഫീച്ചർ എനേബിൾഡ് ആണ്. നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. ഹോട്ട്സ്പോട്ട് ടെതറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെതറിങ്ങിൽ നമുക്ക് കൊടുക്കേണ്ട എന്തെല്ലാമാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് എത്ര ഡേറ്റ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം, എത്ര നേരം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പോയാണെങ്കിൽ തന്നെ നമ്മുടെ സെറ്റിംഗ്സിൽ നിന്നും നമ്മുടെ നേരത്തെ എടുത്തപോലെ ആ സെറ്റിംഗ്സിലേക്ക് പോകുന്നു. ആ പൽച്ചക്രത്തിനവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് വന്നു. ഇതിൽ ആ താഴേക്ക് കാണുന്ന കണക്ഷൻസ് എന്നുള്ള സ്ഥലത്തായിരുന്നു ക്ലിക്ക് ചെയ്യുക. ഈ കണക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായി മൊബൈൽ ഹോട്ട്സ്പോട്ട് ആൻഡ് ടെതറിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിലൊന്നതിന് ശേഷം ഈ മുകളിൽ ഞാനിപ്പോൾ ഓൺ ചെയ്തിരിക്കുന്ന മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് നിങ്ങൾ ഓൺ ചെയ്യുക. ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്തായി നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തായി കാണുവാൻ സാധിക്കും. നമ്മൾ ആ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിലൊന്ന് അമർത്തി പിടിച്ചപ്പോൾ ഞാനിപ്പോൾ ആ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ അമർത്തി പിടിച്ചപ്പോൾ താഴെയായി കാണുവാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളുടെ ഡീറ്റെയിൽസ് കാണാം. റിയൽമി 5 പ്രോയിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നോട്ട് 8 പ്രോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഡിവൈസിലൂടെ കണക്ട് ആയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഡേറ്റ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഏതിലാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നമുക്കിതിൽ നിന്ന് ഇപ്പോൾ ഞാൻ റിയൽമി 5 പ്രോ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് നമുക്ക് സെറ്റ് ഡേറ്റ ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുത്തതിന് ശേഷം ഡേറ്റ ലിമിറ്റ്, ഞാനിപ്പോൾ റിയൽമി 5 പ്രോ എടുത്തു. ഡേറ്റ ലിമിറ്റ് എന്നുള്ള എടുത്തതിന് ശേഷം എനിക്കിവിടെ സെറ്റ് ചെയ്യാം എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 500 MB എന്നുള്ള ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ 500 MB ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹോട്ട്സ്പോട്ട് കട്ടാവും. കൂടാതെ നിങ്ങൾക്കിപ്പോൾ ടൈം സെറ്റ് ചെയ്യാം എത്ര മണി മുതൽ എത്ര മണി വരെ കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണി മുതൽ 10 മിനിറ്റ് മാത്രമാണ് ഉപയോഗിക്കാൻ കൊടുക്കണമെങ്കിൽ ആ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം വരെ മാത്രമേ അവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ രണ്ട് ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ മറ്റുള്ള കൂട്ടുകാർക്കും ഇത്തരം അറിവുകളും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.